ഹലോ. ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഫുജിഷ്ക ERP-യിൽ ഒരു സെയിൽസ് കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം തന്നെ നമ്മൾ ട്രാൻസാക്ഷൻസിൽ വരാം. ട്രാൻസാക്ഷൻസിൽ നമുക്ക് സെയിൽസ് ഉണ്ട്. ഇതിൽ സെയിൽസ് കൊട്ടേഷനിൽ പോവാം. സെയിൽസ് കൊട്ടേഷനിൽ പോയാൽ നമുക്കിവിടെ ആദ്യം തന്നെ ഡേറ്റും കാര്യങ്ങളും കൊടുക്കാനുള്ള നമ്മൾ എന്നാണ് സെയിൽസ് കൊട്ടേഷൻ അടിക്കുന്ന ഡേറ്റ്, അതുപോലെ തന്നെ എത്ര ടൈമിലേക്കാണ് ഇത് വാലിഡിറ്റി ഉണ്ടാവുക അത് കൊടുക്കാം. പിന്നെ റെഫറൻസ് നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം നമുക്ക് കസ്റ്റമർ ടൈപ്പ്, ഇപ്പോൾ പുതിയ കസ്റ്റമർ ആണെങ്കിൽ ന്യൂ കൊടുക്കുക, അതല്ലെങ്കിൽ രജിസ്റ്റേർഡ് കസ്റ്റമർ ആണെങ്കിൽ രജിസ്റ്റേർഡ് കൊടുത്തതിന് ശേഷം ഇവിടെ കസ്റ്റമറിന്റെ നെയിം ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ കസ്റ്റമറിന്റെ കറന്റ് ബാലൻസ് എത്രയാണ്, ക്രെഡിറ്റ് ലിമിറ്റ് എത്രയാണെന്നുള്ളത് എല്ലാം ഡീറ്റെയിൽസ് ഇവിടെ അവൈലബിൾ ആയിരിക്കും. അതിനുശേഷം അഡ്രസ്സും കാര്യങ്ങളും കൊടുക്കാം. എന്നിട്ടൊന്ന് നമ്മൾ നെക്സ്റ്റ് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഐറ്റംസ് ഇനി ഇവിടെ ആഡ് ചെയ്യാണ്. ഞാൻ വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് അടുത്തൊരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യണം. അപ്പം ഞാൻ കോഫി പൗഡർ എന്നുള്ള പ്രൊഡക്റ്റ് ആഡ് ചെയ്തു. അതും ഇതുപോലെ ക്വാണ്ടിറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് അഡീഷണൽ പ്രൊഡക്ട്സ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ജസ്റ്റ് ആഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതല്ല ഈ ഒരു പ്രൊഡക്റ്റോട് കൂടി കഴിഞ്ഞെങ്കിൽ ആഡ് ആൻഡ് ക്ലോസ് കൊടുക്കാം. ഇനി നമുക്കിവിടെ വരുന്ന സമയത്ത് ഈ ഒരു ലിസ്റ്റിൽ നമ്മുടെ വാട്ടറും കോഫി പൗഡറും ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇതിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് റിമൂവ് ചെയ്യണമെങ്കിൽ ഈ ഒരു ക്രോസ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതല്ല നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് ക്വാണ്ടിറ്റി കാര്യങ്ങൾ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെന്നാണെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് എഡിറ്റ് ഓപ്ഷനും ഉണ്ട്. അതേപോലെ നമുക്ക് ഇനി എന്തെങ്കിലും നോട്ട്സ് കൊടുക്കണമെങ്കിൽ നോട്ട്സ് കൊടുക്കാനുള്ള ഒരു സെക്ഷൻ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒന്നല്ലെങ്കിൽ ഈ ഒരു സെയിൽസ് കൊട്ടേഷൻ ഡ്രാഫ്റ്റിൽ ഇടണമെങ്കിൽ സേവ് ആസ് ഡ്രാഫ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡ്രാഫ്റ്റ് ഓപ്പൺ ചെയ്യാൻ ഓപ്പൺ ഡ്രാഫ്റ്റ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് മീതെ അവൈലബിൾ ആണ്. പിന്നെ ഇനി നമ്മളിതിൽ നെക്സ്റ്റ് അടിച്ചു. അതിനുശേഷം നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതിവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം ആക്സെപ്റ്റ് ആൻഡ് സബ്മിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കൊട്ടേഷന്റെ പ്രിവ്യൂ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സെയിൽസ് കൊട്ടേഷന്റെ പ്രിവ്യൂ. നമുക്ക് സെയിൽസ് കൊട്ടേഷനിൽ കുറച്ച് ടെംപ്ലേറ്റ്സ് വേറെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണോ ഇഷ്ടമുള്ള ഒരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്താൽ അതിനനുസരിച്ച് ഇതിൽ വരും. ഓക്കെ, അപ്പോൾ നമുക്കൊരു പുതിയ കൊട്ടേഷൻ തന്നെ അടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ന്യൂ കൊട്ടേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ല നമ്മളിപ്പോൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ള കൊട്ടേഷൻസ് ആണെങ്കിൽ നമുക്ക് ഇവിടെ ലിസ്റ്റ് കൊട്ടേഷനിൽ പോയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ലിസ്റ്റ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഇവിടെ തന്നെ നമുക്ക് ഡെലിവറി നോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, അതുപോലെ തന്നെ സെയിൽസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, സെയിൽസ് ഓർഡറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, എഡിറ്റ് ചെയ്യാൻ, അങ്ങനെയുള്ള എല്ലാ ഓപ്ഷൻസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് സെയിൽസ് കൊട്ടേഷന്റെ കേസിൽ വരുന്നത്.